ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഹലോ എൻ്റെ മോളെ, എവിടെ പോണ്? ടാറ്റ പോണാ? എവിടെ പോണ്? ടാറ്റ പോണാ? വണ്ടിയിൽ പോവാണ്. ശരി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ 1-2 സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. ഒരു സാധനമാണോന്ന് വെച്ചാൽ ഒരു സാധനമാണ്, എന്നാൽ 2 സാധനമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സാധനമാണ്. ചെറുതാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതുമാണല്ലേ. കാണാൻ ചെറുതായിരിക്കും, എന്നാൽ മൂല്യം കൊണ്ട് ഭയങ്കര വലുതായിരിക്കും അല്ലേ. അപ്പൊ നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോകുന്നത് ജ്വല്ലറിയിലേക്കാണ് കേട്ടോ. സ്വർണ്ണക്കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണെന്ന്. ഇന്ന് നമ്മൾ പോകുന്നത് ലനമോൾക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോവുകയാണ്. സ്വർണ്ണം എടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഏതാ ചിരി? സ്വർണം എന്ന് പറയുമ്പോ വല്ലാതെ ചിരിക്കണ്ട, പിടുത്തം വിട്ട വിലയാണ് ഇപ്പോ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് സ്വർണം എടുക്കാനാണ്. സ്വർണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ കുട്ടിക്ക് കാത് കുത്താനുള്ള സ്വർണം എടുക്കാൻ പോവാണ്. കള്ളക്കരച്ചിലുണ്ടോ നിങ്ങള്? കള്ളക്കരച്ചിലുണ്ടോ? ഇപ്പൊ കാണാട്ടോ കള്ളക്കരച്ചില്. ഇതൊക്കെ കണ്ടോ? ഈ കള്ളക്കരച്ചിൽ എന്തിനാണെന്നറിയോ? എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കള്ളക്കരച്ചിലാണ്. അപ്പൊ നമ്മള് അതെ, ഫോണ് കിട്ടാനും കൂടിയുള്ള കള്ളക്കരച്ചിലാണേ. അപ്പൊ നമ്മള് സ്വർണം വാങ്ങാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് മോൾക്ക് കാത് കുത്തുന്ന കാര്യം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? മോൾക്ക് സ്വർണം പോയി സ്വർണ്ണക്കമ്മല് വാങ്ങി വെക്കുകയാണ് അല്ലേ അമ്മ? അപ്പൊ എന്നാ കാത് കുത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച പോലെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തു അല്ലേ അമ്മ? അപ്പൊ അതിനകത്ത് ചില സ്ഥലങ്ങളില് പിന്നെ നമ്മളിപ്പോ KTCT വിളിച്ചു അല്ലേ. KTCT വിളിച്ചപ്പോ വേദന ഇല്ലാത്ത കാത് കുത്തലൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടീന്റെ ഉമ്മാനെയോ വേറെ ആരെയും ഉള്ളിലേക്ക് വെച്ചില്ല. കാരണം ആരും കയറ്റില്ല. നമ്മളെ കുട്ടീന്റെ കാര്യം നമുക്ക് അറിയാലോ എന്താണ് അവസ്ഥ. ഒരു മിനിറ്റ് പോലും ചക്കരേനെ കാണാതെ ഒരു നിമിഷം അവിടെ നിൽക്കൂല. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു കുട്ടീനെ അവർ കാത് കുത്ത ഉള്ളിൽ കയറ്റി കഴിഞ്ഞാല് അവർക്ക് കാത് കുത്താൻ പോയിട്ട് അത് മരവിപ്പിക്കാൻ കൂടി കുട്ടി സമ്മതിക്കൂല. ആകെ കരഞ്ഞിട്ട് നാശാക്കും. അപ്പൊ നമ്മളെ ഉദ്ദേശം എന്താണ്? കുട്ടി കരയാതെ കാത് കുത്തുക, അതായത് വേദന അറിയാതെയും കരയാതെയും കാത് കുത്തുക. എന്നാൽ മാത്രമേ ഈ ചെറിയ എത്ര പോകുന്ന ഒരു കുഞ്ഞു കാതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാത് കുത്താൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം കുട്ടി കരഞ്ഞിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെ അത് കാത് കുത്താൻ സമ്മതിക്കൂല. അപ്പൊ അവരുടെ പറഞ്ഞ കാര്യം അങ്ങനെയാണ്. വേദന ഇല്ലാതെ കുത്തിയൊക്കെ തരാം, പക്ഷെ ആരെയും ഉള്ളിൽ കയറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തായാലും നമുക്ക് അത് പറ്റില്ല. അപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് വേറൊരു സ്ഥലത്ത് ചക്കര കുറെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ വേദന ഇല്ലാതെ കാത് കുത്തുന്നു പറയാം. അത് സംഭവം ടാറ്റു സ്റ്റുഡിയോ അങ്ങനെ എന്തോണ് കുട്ടികൾക്കുള്ള ഡെഡിക്കേഷൻ ആയിട്ടുള്ള പിയേഴ്സിംഗ് അവർ ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അത് നമ്മൾ എന്തായാലും ഇൻഷാല്ലാ തിങ്കളോ ചൊവ്വയൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നാളെ ഞായറാഴ്ച ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പോയി സ്വർണ്ണം വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു അല്ലേ. നാളെ നമുക്ക് ഞായറാഴ്ച 1-2 ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് പോവാൻ വിചാരിച്ചു. അതിനടുത്ത് ചക്കര അപ്പോൾ എന്താണ് സ്വർണ്ണ വില അമ്മ? ഗ്രാമിന് 14 അല്ലേ? ഗ്രാമിന് 14,000 രൂപയൊക്കെ ആയില്ലേ? അപ്പോൾ പവന് 8-4 32 80 1,12,000 രൂപ അല്ലേ പവന്? 14,000. വില കുറേ കൂടെ ഇതൊന്ന് 1,12,000 അതന്നെ. 8-4 അതിൽ സ്റ്റാറ്റസ് കാണാൻ പറ്റൂലേ? ഇതിലും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. കണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വില കൂടിയാലും കുറഞ്ഞാലും ഇനിയിപ്പോൾ എന്തൊക്കെയായാലും നമ്മളെ ആവശ്യത്തിന് നമുക്കിപ്പോൾ സ്വർണ്ണം എടുക്കാനുള്ള പരിപാടിക്ക് അതില്ലാതെ പറ്റില്ലല്ലോ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വിചാരിക്കും സ്വർണ്ണം തന്നെ ഇട്ട് കൊടുക്കണം എന്നില്ല, ആദ്യം എന്താണ് മറ്റേ സ്റ്റഡ് ഇട്ട് കൊടുത്താലും മതി എന്ന് വിചാരിക്കില്ലേ? ഇത് കുത്തണതാണ്. ഇത് മാനുവലി നമ്മള് കൈ കൊണ്ട് കുത്തണതാണ് അല്ലേ? ആ ഓട്ട കൂടെ തന്നെ കയറ്റി വിടും. അപ്പൊ ഇത് പഴുക്കൊന്നുമില്ലല്ലോ? അങ്ങനെയാണോ? അല്ല, സ്വർണ്ണം ഇട്ടാല് അങ്ങനെ പഴുക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? പഴുക്കൊന്നുമില്ല. പിന്നെ ഈ സ്വർണ്ണം ഇടുന്നോണ്ടൊന്നല്ല, ഈ കുത്തുന്നതിന്റെ ഒരു ഇത് കൊണ്ട് ഉപ്പെണ്ണ ഇട്ട് കൊടുക്കും. ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് കൊടുക്കും. അല്ലാതെ പിന്നെ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ സ്റ്റഡ് തന്നെ ഇടണമെന്നോ സ്വർണ്ണം ഇട്ടൂടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് അതിനെ പറ്റി അറിയില്ല. ഒന്നില്ലെങ്കിൽ സ്വർണം, അല്ലെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ ഇവര് കുത്തിത്തരുന്ന കമ്മലുണ്ടല്ലോ അത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. വേറെ നമ്മള് കടയിൽ നിന്ന് ഈ മറ്റേ
വെറുതെ വാങ്ങുന്ന കുറച്ച് കമ്മലുകൾ ഉണ്ടാവില്ല, അതിടാൻ പാടില്ല. അതൊന്നും ഇട്ടാൽ ചിലപ്പോ പഴുത്തു പോകും. ആദ്യമായിട്ട് ഇടുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വർണം തന്നെ ഇടാം. അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അപ്പൊ അത് കരുതിയിട്ട് നമ്മളെന്തായാലും സ്വർണം വാങ്ങാൻ പോവാണ് കേട്ടോ. എന്നാ ഇറങ്ങാം നമുക്ക്. എന്നാ വരി. അപ്പൊ പോണത് ഞാനും ഉമ്മയും ചക്കരയും നമ്മള് 3 പേരാണ് പോകാൻ പോണത്. രാവിലെയൊക്കെ അടിപൊളി മഴയായിരുന്നു, പിടുത്തമുട്ട മഴ. ഇന്ന് എവിടെയൊക്കെ സ്കൂളുകളിൽ അവധി ഉണ്ടല്ലോ? കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ? അവധിയാണ്. അല്ല, കളക്ടർ അവധി കൊടുത്തില്ല. അപ്പൊ പിന്നെ വർക്കിംഗ് ഡേ ആയിരിക്കുമല്ലോ. മക്ക പഠിക്കുമ്പോൾ ശനി ഞായർ അവധിയായിരുന്നു. അപ്പൊ ശനിയാഴ്ച ക്ലാസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതൊക്കെ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ ഒക്കെ ആയിട്ട് അതൊക്കെ 3-4 ജില്ലയിൽ അവധികൾ കണ്ടു. വയനാട് റിസോർട്ടുകളോ പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ 2 ദിവസത്തിനൊക്കെ അടച്ചിട്ട് പോകണമെന്നൊക്കെ ന്യൂസിൽ കാണാനുണ്ട്. നമ്മുടെ നാട്ടിൽ മഴ തന്നെയാണ് ഗൈസ്. മഴക്കാറുണ്ട്. ഇപ്പോൾ ഒന്ന് വെയിൽ കാണുന്നതാണ്. കുറച്ച് മുന്നേ വരെയും രാവിലെ മുതൽ കുറച്ച് മുന്നേ വരെയും മഴ തന്നെയായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് സ്വർണം വാങ്ങി വരാം. ഓക്കേ, വരി. അല്ലാ, വാ കയറിക്കോളി മക്കളെ. ഇപ്പം നമ്മളെ വണ്ടീൻ്റെ ഉള്ളിലെ അവസ്ഥ ഇതാണ് കേട്ടോ. നോക്കി. ചക്കരേനെ ഒരാള് സൈഡിക്കാക്കി. ആകെ ക്വാർട്ടർ കുണ്ടിയുള്ളൂ. ആകെ ക്വാർട്ടർ കുണ്ടിയുള്ളൂ. 4-1 ചന്തിയും ഉണ്ട്. ഒരാളുടെ വലിയ സീറ്റ് വേണം താനും. നിന്നെ തന്നെ പറയണതേ. ഇവിടെ ഇരിക്കാനുള്ളതേ ഉള്ളൂ എന്റെ കുട്ടി. എന്നാ ഇരിക്കണതോ ചക്കരേനെ സൈഡാക്കിയിട്ട് വലിയൊരാളെ സീറ്റിലാണ് ഇരിക്കണത്. ഉമ്മയുടെ പൊന്നിനെ കാണിച്ചു കൊടുത്തോ. അപ്പന്റെ സ്വത്ത് എടുത്തു. അപ്പന്റെ സ്വത്ത് അപ്പന്റെ സ്വത്ത് എവിടെ? അമ്മന്റെ സ്വത്ത് എവിടെ? എല്ലാരെയും സ്വത്താണ്. അപ്പന്റെ സ്വത്ത് എടുത്തു. അപ്പന്റെ സ്വത്ത്. ഓക്കെ, അപ്പോ കാത് കുത്താനായി. അങ്ങനെ എത്ര പെട്ടെന്ന് മക്കളൊക്കെ വലുതാവണില്ലേ. മാഷാ അല്ലാ, ഒരാവത്തുമില്ലാതിരുന്നാ മതി. കാത് കുത്താനായി. എന്റെ കുട്ടീന്റെ ഓരോ മൈൽ സ്റ്റോണുകളാണ്. കാത് കുത്താനായി. അത് അതിനുശേഷം 1 വർഷം ബർത്ത്ഡേ ആവാനായി. കുറച്ചുകൂടെ കഴിയുമ്പോ 2 വർഷമാവും. പിന്നെ 3 വർഷമാവും. അംഗനവാടി പോണം, സ്കൂളിൽ പോണം. അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട്. എന്തൊക്കെ പരിപാടികളുണ്ടല്ലേ. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണത്. ഇന്നലക്കല്ലേ ചക്കര ഇവിടെ ക്രാഫ്റ്റിൽ നിന്ന് പ്രസവിച്ചിട്ടൊക്കെ നമ്മളിങ്ങോട്ട് പോകുന്നത്. അതെ, എത്ര പെട്ടെന്നാണല്ലേ. 26 ജൂണായി. അതെ, കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ആകെ ഒരാഴ്ച ആയ പോലെ തോന്നുന്നു. പിന്നെ ഇപ്പൊ ഇത് എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് പോയി വരാം. ഓക്കെ, സമയം 3:15 അപ്പൊ നമുക്കിനി നേരെ പോയിട്ട് വരാം കേട്ടോ. കാണാം. നോയിക്കോളി ഏതാ വേണ്ടതെന്നൊക്കെ നോയിക്കോമ്മ.
ഗൈസ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയല്ലേ അമ്മ? അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് വാങ്ങിയതൊക്കെ കാണിച്ചു തരാം അല്ലേ? സ്വർണ്ണം വാങ്ങാൻ വന്നിട്ട് ഡയമണ്ട് എടുത്തതല്ലേ? സ്വർണ്ണം വാങ്ങാൻ വന്നിട്ട് ഡയമണ്ട് എടുത്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ഗൈസ് നമുക്ക് എടുത്തത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അടുത്ത മഴ വരും മുന്നേ നമുക്ക് സ്കിപ്പ് ആവാം. നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മേടിച്ചത് കാണിച്ചു കൊടുക്കണ്ടേ? അവിടേക്ക് അങ്ങനെ സാധനം വാങ്ങി അല്ലേ? സ്വർണം വാങ്ങാൻ പോയിട്ട് അവിടത്തെ ഇപ്പം എന്താ പെട്ടെന്ന് തീരുമാനം മാറാൻ കാര്യം? സ്വർണം വന്ന് കല്ലിൽ വീണാലും കല്ല് വന്ന് സ്വർണ്ണത്തിൽ വീണാലും കേട് എന്ത്? അതായത് സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ കല്ല് വെച്ചതാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളൊരു സമയം എപ്പോൾ കൊടുക്കുമ്പോഴും ആ കല്ലിന്റെ തൂക്കം കുറയ്ക്കും അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? കല്ലിന്റെ തൂക്കം കുറയ്ക്കും. അതേസമയം നമ്മൾ ഡയമണ്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ കൊടുത്താലും ആ കല്ലിന്റെ തൂക്കത്തിനുള്ള അന്നത്തെ വിലയ്ക്ക് ചെറിയൊരു ഡിപ്രീസിയേഷൻ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? വില നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് വിചാരിച്ചത്? ഡയമണ്ടിലോട്ട് മാറാമെന്ന് വിചാരിച്ചത്. ഡയമണ്ടിന് പിന്നെ അതിൻ്റെ ഇതെന്ത് അതിൻ്റെ കാർഡ് 2 കമ്മലിന് 2 കാർഡൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ലനമോൾക്ക് വാങ്ങിയ ഡയമണ്ടിൻ്റെ കമ്മൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കി സംഭവം ഒരു ബട്ടർഫ്ലൈ മോഡലാണ്. കണ്ടോ നിങ്ങൾ? ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള പിന്നെ ഡിസൈനിലുള്ള നമ്മൾ വാങ്ങിക്കണത് ഇതാണ് കേട്ടോ. ഓക്കെ സാധനം നിങ്ങൾ എങ്ങനെ ഉണ്ട് എന്ന് പറയും. ഇത് ഇത് ഇവിടെ കാതിൽ ഇട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ. കണ്ടോ? ഇതാണ് സാധനം. ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ളതാണ്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പോയപ്പോൾ വാങ്ങിയത്. കണ്ടോ? ഡയമണ്ട്സ്. അപ്പോൾ ഇത് നമ്മൾ അവിടെ വെച്ച് മോൾക്ക് ചെവിയിലൊക്കെ വെച്ച് നോക്കി. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ആദ്യം നമ്മൾ എടുത്തത് വേറൊന്നായിരുന്നു അല്ലേ ചക്കരെ? ഒരു പൂ പോലത്തെ പൂവിൻ്റെ ഇതൾ പോലെ ഒരു 5 ഇതൾ വരുന്ന ചെറിയൊരു ഷേപ്പിലുള്ള റൗണ്ടായിരുന്നു നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായത്. 5 കല്ല് വരണത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതും കൂടെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിനേക്കാളും ഒന്നുകൂടി വില ഇതിനുണ്ട്. എന്നാലും കാരസം ഇതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, എങ്ങനെയുണ്ട് എന്ന്. പിന്നെ ഇതിൻ്റെ സ്വർണ്ണം ഇത് ഗോൾഡിൽ തന്നെയാണ് ഇതിൻ്റെ ഡയമണ്ട് സ്റ്റോൺ വരണത് അല്ലേ? ഗോൾഡിൽ തന്നെ ഡയമണ്ട് സ്റ്റോൺ പതിച്ചതാണ് ഈ ഒരു കമ്മല്. അപ്പോൾ ഇതാ പിടിച്ചോളി. അപ്പോൾ ഇന്നത്തെ സ്വർണ്ണ വിലയ്ക്ക് അത്യാവശ്യം നല്ലൊരു വില ആയില്ലേ സാധനം? കാരണം സ്വർണത്തിൻ്റെ വില പ്ലസ് ഡയമണ്ട് കല്ലിൻ്റെ വിലയാണുള്ളത്. ഏതായാലും ആദ്യമായിട്ട് എൻ്റെ കുട്ടിക്കൊരു സാധനം വാങ്ങിയതല്ലേ? എൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് വാങ്ങിയതല്ലേ? എന്ത് കമ്മലിടാൻ പോണ ആദ്യമായിട്ടല്ലേ? കമ്മൽ ആദ്യമായിട്ടല്ലേ? എന്നാ എന്റെ ഭാഗത്താണ് സൂര്യ തെറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു തെരൊരു തിരുത്തുണ്ട്. എന്റെ കുട്ടിക്ക് ആദ്യമായിട്ട് കമ്മല് വാങ്ങുകയല്ലേ? പോകയില്ലേ? അപ്പൊ എന്ത് ചെയ്തു? കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി ഒന്നിരുന്നോട്ടെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പൊ കുട്ടി വിചാരിക്കും അപ്പൊ അടുത്ത കൂറി ഇവരിനി അമ്പലപ്പറമ്പിൽ നിന്ന് ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിത്തരോ വിചാരിക്കും. അല്ലാ, നമ്മളിനിയിപ്പോൾ എത്രയൊക്കെ ഇല്ലെങ്കിലും നമ്മൾ അവനവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പിള്ളേർ ഏറ്റവും നല്ലത് തന്നെ മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കൂല്ലേ? അതങ്ങനെയാണ്. രക്ഷകർത്താക്കളും മാതാപിതാക്കളൊക്കെ ആകുമ്പോഴാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മളതിന് എത്ര ഇല്ലെങ്കിലും നമ്മളതിന് അല്ലലോ കുറവോ ഒന്നും കാണിക്കൂല. നമ്മളിനിയിപ്പോൾ തിരിച്ചിട്ടോ മറിച്ചിട്ടോ എവിടെ നിന്ന് ഒപ്പിച്ചിട്ടായാലും പിള്ളേർ നല്ലത് നോക്കി നമ്മളെ മക്കൾക്ക് എടുത്ത് കൊടുക്കാൻ നോക്കും. നമുക്കിപ്പോൾ കുറച്ച് പിന്നെ കുറഞ്ഞതാണെങ്കിലും അവർക്ക് നമ്മൾ അടിപൊളിയാക്കി എടുക്കാൻ നോക്കും. എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ ഇവിടെ നടക്കണതിന്റെ കുട്ടി? എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ? എന്റെ കുട്ടിക്ക് ഒന്നും ഇവിടെ അറിയണില്ല, ഒന്നും അറിയണില്ല. എന്തൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കണത് അറിയോ? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കണെന്ന് അറിയോ എന്റെ കുട്ടിക്ക്? ആ പേപ്പർ ഞാനിവിടെ ഇന്ന് വൈകുന്നേരം കേസ് ഞാനിവിടെ കണ്ടോ കൊതു പോകാൻ വേണ്ടിട്ട് ആ ചട്ടിയിൽ ഞാൻ അങ്ങനെ പുകയ്ക്കും. അപ്പോൾ അത് പിന്നെ ഇതാക്കാൻ കത്തിക്കാനുള്ള പേപ്പറാണ് ഇവിടെ വെച്ചിരുന്നത്. അതെടുത്തിട്ടാണ് ഈ കളിക്കുന്നത്. കാർഡ് നോക്കട്ടെ. ഏത് കമ്മലാണെന്നുള്ളതിന് പടമൊക്കെ ഉണ്ടല്ലേ? കണ്ടോ? കാർഡൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ വെരി ഗുഡ് എന്നൊക്കെ എഴുതിയിരിക്കണം. ഫിനിഷ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും സംഭവം ചക്കരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. എന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായോ? ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടാലും പറ്റില്ലെങ്കിൽ അതേ ഉള്ളൂ.
ഗുഡ് ഗേൾ ആ യെസ് ഗുഡ് ഗേൾ. പല്ലെവിടെ പല്ലെന്തി ആ, ആ, ആ. പല്ല് അതുകൊണ്ട് വാർന്ന് കാണിച്ചാ ആ മതി. വാർന്ന് കാണിച്ചതാണല്ലേ. കാണിക്കാൻ ടൈമില്ല. ശരി തിരക്കിലാണ് കേസിന്റെ കുട്ടി, നല്ല തിരക്കിലാണ്. അപ്പൊ എന്തായാലും കമ്മലൊക്കെ വാങ്ങി ഇനി നേരെ കാതുകുത്താനുള്ള അടുത്ത ഒരുക്കങ്ങളാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ വിശേഷത്തിൽ വരുന്നത് എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.